വീണ്ടും സ്വാഗതം. ഇന്ന് ഡൽഹി ഒരു ഈവന്റ് ഫുൾ പ്രദേശമാണ്. ഇന്ത്യ മുന്നണിയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള മീറ്റിംഗ്. അതിനോടൊപ്പം തന്നെ TMC പാർലമെന്ററി പാർട്ടി ലോക്സഭയിൽ തകർന്നിരിക്കുകയാണ്. ഒരു പറഞ്ഞാൽ 20 പേര് മീറ്റിംഗ് നടത്തി സ്പീക്കർക്ക് കത്ത് നൽകി കഴിഞ്ഞു. ഞങ്ങൾ BJP NDA ആയിട്ട് കൂടി വേറൊരു അലയൻസിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. ഇത് ഓരോരുത്തർ പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇന്ത്യ മുന്നണി മീറ്റിംഗിന്റെ ദിവസം തന്നെ അതൊരു ടൈം ചെയ്ത് വെച്ചു എന്നുള്ളതും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ് രാവിലെ ഇന്ത്യ മുന്നണിയിൽ വന്ന മമതാ ബാനർജി കെജ്രിവാളിനെ പോയി കണ്ടു, പുഷ്പങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം വന്ന് സോണിയാഗാന്ധിയെ ആശ്ലേഷിക്കുകയുണ്ടായി. അതിന്റെ ഫോട്ടോഗ്രാഫ് വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദിവസവും മൂവ്മെന്റ്സുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താൽ മമതാ ബാനർജി കോൺഗ്രസിൽ ആരെങ്കിലും ഒരിക്കലും റെസ്പെക്ട് ചെയ്യാതെ പബ്ലിക്കായിട്ട് ഒന്നും പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സോണിയാഗാന്ധിയാണ്. അതിന് കാരണം അവർ തന്നെ പറയാറുണ്ട്, എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതും എനിക്കൊരു പ്രൊഫൈൽ വന്നതും രാജീവ് ഗാന്ധിയാണ്. അതിൻ്റെ നന്ദി ആ കുടുംബത്തോടും അവരോടും ഉണ്ട് എന്നുള്ള അത് വളരെ വളരെ ഇതായിട്ട് അവർ പറയാറുണ്ട്. എന്നുവെച്ചാൽ ഞാനത് നേരിട്ട് കണ്ടതാണ്. ആനന്ദ് ശർമ്മയുടെ താഴെ അവർ ജോയിന്റ് സെക്രട്ടറി CM സ്റ്റീഫന്റെ മകൾ സുധ ജേക്കബിന്റെ കൂടെ. സുധ ഈയിടെ മരിച്ചു. സുധ എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ടും അവർ ഒരു മുറി ഷെയർ ചെയ്തുകൊണ്ടും ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ പലരും ഓൺലൈനിൽ പറഞ്ഞു കഴിഞ്ഞു മമതയ്ക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, കോൺഗ്രസിൽ തിരിച്ചു പോകുക. അതായത് ഒരു നാഷണൽ പാർട്ടിയുടെ ബലം അവർക്ക് ആവശ്യമുണ്ട് BJPയെ നേരിടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രാഷ്ട്രീയ നീക്കവും ഇതിൽ കാണുന്നു. മമതയും DMKയും TMCയും DMKയും വളരെ വളരെ ക്ലോസ് ആണ്. ശ്രീ സ്റ്റാലിനും ശ്രീമതി മമതാ ബാനർജിയും. ഇപ്പോഴത്തെ ഈ ആശ്ലേഷവും ഈ സിറ്റുവേഷനും DMKയോട്ട് ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ, DMK തിരിച്ച് കോൺഗ്രസിൽ ന്യൂട്രലൈസെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മമതാ ബാനർജി മാത്രമാണ്. അത് വളരെ കൃത്യമായി എനിക്കറിയാവുന്നത്. ഞാൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുമ്പ് DMKയിലെ പലരെയും കാണുകയുണ്ടായി. ഒരു ലണ്ടൻ ബേസ്ഡ് പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയുടെ പാർട്ടായിട്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളെ ഈ ലണ്ടൻ ബേസ്ഡ് കാഴ്ചകളെ ഹയർ ചെയ്യുകയാണെങ്കിൽ TMC നിങ്ങൾ കൽക്കട്ടയിലും പോകണം, അവരെയും കാണണം. എന്നുവെച്ചാൽ അവർ വളരെ ജോയിന്റ് ആയിട്ട് വളരെ ഓപ്പറേഷനാണ്. അത് കഴിഞ്ഞ ശേഷം അവർ IPAC-നെ ഹയർ ചെയ്തു, DMK. അതുപോലെ തന്നെ TMC കഴിഞ്ഞ ഇലക്ഷനും IPAC-ന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്, പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു സംഗതി വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അത് മമതാ ബാനർജിയുടെ രംഗപ്രവേശനം വളരെ സ്ട്രോങ് ആയിട്ട് കോൺഗ്രസിന്റെ കൂടെ ഒരു ഇത്. പക്ഷേ അതുപോലെ തന്നെ TMC ഒരു എന്താണ് നമ്മൾ പറയത്തില്ല, പാക്ക് ഓഫ് കാർഡ്സ് വീഴുന്ന പോലെ വീഴുകയാണ്. അതിന് കാരണവും എന്താണെന്ന് അവർ തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത CPM-ന്റെ ഒരു റോളെന്ന് പറയുന്നത് ഒരു റോളുമില്ലാതെ അവർ വെറും വിലാപഗായകരായിട്ട് മാറിക്കഴിഞ്ഞു. അത് അതിൻ്റെതായ ചരിത്രപരമായ ഒരു റോളായിട്ട് മാറുന്നു. പക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്സ് വളരെ ധ്രുവീകരണത്തിലേക്ക്, ഇത് BJPയെ സംബന്ധിച്ചോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചോളം ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ ആയിട്ട് മാറി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഡു ഓർ ഡൈ, ജീവൻ മരണ നിമിഷമാണിത്. വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തില് ആധുനിക സമകാലിക രാഷ്ട്രീയ ചരിത്രത്തില് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. രണ്ട് കാര്യങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പരസ്പര ബന്ധം ഉള്ളതും
അതേസമയം സമാന്തരവുമായി സംഭവിക്കുന്ന, അത് പാരലലായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരേ ദിവസം, എന്നാൽ അത് പരസ്പരം ബന്ധപ്പെട്ടതുമാണ്. അങ്ങനത്തെ ഒരു സവിശേഷ ദിവസമായിരുന്നു ഇന്ന്. ഒന്ന്, ഇന്ത്യ ബ്ലോക്കിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വളരെ വൈകിയുള്ള ഒരു ശ്രമം. അത് എത്ര വൈകിയാലും, എത്രത്തോളം ഭാഗികമാണെങ്കിലും അത് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും വലിയ വലിയ ആശ്വാസമുണ്ട്. അത് പറയാം. കാരണം ഒരു ICUയിൽ കിടന്നിരുന്ന ഒരു രോഗിയെ തിരിച്ച് വാർഡിലേക്ക്, കിടക്കയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ ഈ ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള വളരെ അയഞ്ഞ ഒരു പ്രതിപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രതിപക്ഷങ്ങളുടെ ഒരു ഐക്യനിരയോ അല്ലെങ്കിൽ ഒരു സംവിധാനം, അത് വളരെ കാലം മൃതപ്രായമായി കിടന്നിരുന്ന ഇന്ത്യ ബ്ലോക്കിനെ ജീവൻ വെപ്പിക്കാനുള്ള ഒരു ശ്രമം ആഹ്ലാദകരമാണ്. അത് ഉണ്ട്. പക്ഷെ അതിന്റെ സന്ദർഭം നമ്മളെ ഒരേ സമയം നമ്മളെ ആശങ്ക വളർത്തുന്നു, അതേസമയം നമ്മളെ ജാഗരൂകരാക്കുന്നു. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഇന്ന് തന്നെയാണ് 28 പേരുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭ പാർലമെന്ററി പാർട്ടിയിൽ 20 പേരെന്നാണ് ഞാൻ അറിയുന്നത്. ഇനി എത്രത്തോളം താങ്കൾക്ക് കൂടുതൽ അറിയാൻ കഴിയുമായിരിക്കും. 20 പേരോളം NDAയുമായി സഖ്യത്തിനായി മാറി ഒരു പ്രത്യേക പാർട്ടിയായി ഇരിക്കാൻ തീരുമാനിച്ചതായി ഇതേ ദിവസം താങ്കൾ ഈ പറയുന്ന പോലെ ഒരർത്ഥത്തിൽ ഈ തൃണമൂലിന്റെ തകർച്ച അത് വെറും ഒരു പിളർപ്പല്ല എന്നിപ്പോ നമുക്ക് മനസ്സിലാവുന്നു. 80 പേരുള്ള നിയമസഭാ കക്ഷിയിൽ 60 പേരും BJP അനുകൂല വിഭാഗത്തിന്റെ കൂടെയാണെന്നും നമുക്കിപ്പോ മനസ്സിലായി. അപ്പൊ വാസ്തവത്തിൽ തൃണമൂലിന്റെ ഒരു തകർച്ചയും മമതയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെയും ഫലവുമാണ്. അത് മൂലമാണ് ഇത്ര പെട്ടെന്ന് ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു യോഗം ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കോൺഗ്രസിനേക്കാൾ മറ്റു കക്ഷികളെക്കാൾ അതൊരു മുൻകൈ എടുത്ത് അതിവേഗം ഇത് നടത്താനുണ്ടായ ഒരു സാഹചര്യം തൃണമൂലിന്റെ തകർച്ചയും തിരിച്ചു വരാനുള്ള അവരുടെ തൃണമൂലിന്റെ ഒരു ടൈഗർ എന്നൊക്കെ പറയില്ലേ നമ്മള്, മുറിവേറ്റ വ്യാഘ്രം എന്നൊക്കെ പറയുന്ന പോലെയുള്ള മമതയെ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത്. അപ്പൊ അത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചുള്ള ഒരു ദിവസമായിരുന്നു. ഒന്ന്, BJPക്ക് പാർലമെന്റിൽ ഭരണഘടനാ നിയമങ്ങൾ മാറ്റുവാൻ തക്കമുള്ള 2/3 ഭൂരിപക്ഷം കിട്ടാനുള്ള ഡെസ്പറേറ്റ് ശ്രമമാണ്. അതാണ് അടിയന്തര കാര്യം. അതായത് നമ്മളെ എല്ലാം ബാധിക്കുന്ന 131 ഭരണഘടന ഭേദഗതി പാർലമെന്റിലൂടെ പാസാക്കിയെടുക്കാൻ ആണ് അമിത്ഷായും നാഗ്പൂരും മോഡിയുമെല്ലാം ഈ ഡെസ്പറേറ്റ് ആക്ടിന്റെ ഈ ബംഗാൾ വിജയം നിർബാധമാത്ര എന്ത് ശക്തിയും ഉപയോഗിച്ച് ബംഗാൾ പിടിച്ച് അതിലെ തൃണമൂലിനെ പിളർത്തി അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ആളുകളെ കൂറുമാറ്റി ഭരണഘടന മാറ്റാനുള്ള അവരുടെ ശ്രമത്തിനെ വിജയിപ്പിക്കുക. നമ്മൾ പഞ്ചാബിൽ നിന്നും കണ്ടു, രാജ്യസഭാംഗങ്ങളെ വിലക്കെടുക്കുകയോ ഭയപ്പെടുത്തി അവർ BJPയിലേക്ക് കൊണ്ടു. വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇനി എന്നിട്ടും 2-3 ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കയറാനായിട്ട് ആളുകളെ കൊണ്ട് രാജിവെപ്പിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അതും കണ്ടു, ഒരു തൃണമൂൽ അംഗം രാജിവെച്ചിരിക്കുന്നു. ഇതും വേറൊരട്ടമാണ്. എന്ന് വെച്ചാൽ മൊത്തം പാർലമെന്റിലെ അംഗസംഖ്യ കുറച്ചുകൊണ്ട് 2/3 ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ മതനിരപേക്ഷ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ മാറ്റിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഒരു വലിയ ശ്രമത്തിന്റെ നടുക്കാണ് ഇത് നടക്കുന്നത്. ഇത് വളരെ ജനങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്ര ദുർബലമായ ഒരു ഇന്ത്യയെ നിൽക്കുന്നത് പോലും നമ്മൾ ആശ്വാസം കൊള്ളണമെന്ന് ഞാൻ പറയുന്നത് ഇത് തടയാനുള്ള ഒരു ശ്രമമാണ്.